ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു അവർ ചാനൽ. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഫ്രൈഡ് റൈസ് മക്രോണിയാണ്. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടും. ഇതിന് 1 കപ്പ് മക്രോണി വേവിച്ച് വെച്ചതാണ്, 1/2 കപ്പ് റൈസ് വേവിച്ച് വെച്ചത് ബസ്മതി റൈസാണ്, ഉള്ളി, ക്യാരറ്റ്, ക്യാപ്സിക്കം, ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ചത്, കുരുമുളക് പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, തക്കാളി, മല്ലിയില, 2 കോഴിമുട്ട, ആവശ്യത്തിന് ഉപ്പ്, സൺഫ്ലവർ ഓയിൽ. നമുക്ക് എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ആദ്യം പാനിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഒരു വലിയ സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാളയൊന്ന് പെട്ടെന്ന് റെഡിയായി കിട്ടാൻ അല്പം ഉപ്പ് ചേർക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർക്കാം. നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് 2 ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, 1 ക്യാപ്സിക്കം കൂടിയും ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. പെട്ടെന്ന് കുക്കായി കിട്ടാൻ ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയാണ്, തക്കാളിക്ക് പകരം ടൊമാറ്റോ സോസും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ചതും കൂടി ഇതിലേക്ക് ചേർക്കാം. 2 മുട്ട കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ആഡ് ചെയ്യാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് അല്പം മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് വേവിച്ച് വെച്ച ബസ്മതി റൈസ് ആഡ് ചെയ്യാം. വേവിച്ച് വെച്ച മക്രോണി കൂടി ആഡ് ചെയ്ത ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്യാം. എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയിൽ മാറ്റം വരുത്താം. ഈ 2 മസാല പൊടികൾ മാത്രമേ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ. നന്നായി മിക്സ് ചെയ്ത ശേഷം അല്പം മല്ലിയില കൂടിയും ചേർത്ത് ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ഫ്രൈഡ് റൈസ് മക്രോണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് മല്ലിയില വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയൊരു ഡിഷാണിത്. നല്ല സ്പൈസിയും ഒക്കെയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുന്നു പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.
ഇതുണ്ടാക്കി നോക്കി ഇതിൻ്റെ കമൻറ്റ് എന്നെ അറിയിക്കണേ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഹായ് ഫ്രണ്ട്സ്.